Hi all, so welcome back to another episode of this podcast. This podcast because നമ്മൾ ഇതുവരെയായിട്ട് നമ്മളെ പോഡ്കാസ്റ്റിന് പേരിട്ടിട്ടില്ല. ഫോർ ദ ടൈം ബീങ് ഇറ്റ്സ് ദിസ് പോഡ്കാസ്റ്റ് ആൻഡ് ഇത് നമ്മളുടെ മൈക്ക് വെച്ചിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡാണ്. സോ ഇത് മിക്കവാറും മെസ്സപ്പ് ആവും. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം എനിക്ക് മൈക്ക് ഉള്ളതാണോ മൈക്ക് ഇല്ലാതെ ഞാൻ തൊണ്ട പൊട്ടി പറയുന്നതാണോ രസം എന്ന്. ഓക്കെ, ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന ഒരു തെറ്റാണോ? അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ന്യൂ ഇയറിന്റെ അന്ന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ? അല്ല, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നു, ഇന്ന്. സോ ഈ എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, എന്റെ ഭാവി പ്രഡിക്റ്റ് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ 2025 എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ ആവണം എന്നാണ് ആഗ്രഹം, എന്തൊക്കെ ലൈഫ് ചേഞ്ചസ് എനിക്ക് വരാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2025 ഇൻഷാല്ല നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അതിൽ എത്രത്തോളം സാധനങ്ങൾ ശരിയായിട്ടുണ്ട്, എന്തൊക്കെ ഇനി നടക്കാനുണ്ട്. ആൻഡ് ഐ എം സോ ഓക്കെ വിത്ത് ഇറ്റ്. അതിൽ കുറെ എണ്ണൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓക്കെയാണ്. പക്ഷെ അറിയാൻ ഭയങ്കര ടെൻഡൻസി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സാധനം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അറ്റ് ദ എൻഡ് ഓഫ് 2025 എന്ന്. ഇതിന് വേണമെങ്കിൽ നമുക്ക് വിഷൻ ബോർഡ് എന്നൊക്കെ പറയാം കേട്ടോ. ആക്ച്വലി നമ്മൾ ഇതിന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന പറയാം. കാരണം അതിനാണോ ഇത് പൈസ മുടക്കിയിട്ടുള്ള പരിപാടിയാണ്. ഞാനിവിടെ ഫണ്ട് എറിഞ്ഞ് ഫോട്ടോസ് ഒക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് ഈ വിഷൻ ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷൻസ് അച്ചീവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും എന്നാണ്. കൂടും എന്നുള്ളത് നമുക്ക് അറിയണല്ലോ. ഇനി എങ്ങാനും കൂടെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാലോ. ബൈ ദ ബൈ, ഈ കണ്ടന്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ലാസ്റ്റത്തെ വീഡിയോയില് ഇൻട്രോവേർട്സ് ഡേന്റെ അന്ന് നമ്മളെടുത്ത വീഡിയോ, ആ വീഡിയോന്റെ സമയത്താണ് ഞാൻ അത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു തന്നപ്പോ ഇൻട്രോവേർട്സിന് വേണ്ടി നമ്മൾ ഇൻട്രോവേർട്സ് ഡേന്റെ അന്ന് ചെയ്ത വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ സാധനം കിട്ടും, കാണണം. ആൻഡ് ആ വീഡിയോക്ക് തന്ന എല്ലാ വെൽക്കമിനും വെരി താങ്ക് യു. സോ ആ സമയത്താണ് ഈ വീഡിയോന്റെ കണ്ടന്റ് ആക്ച്വലി പ്ലാൻ ചെയ്തത്. അപ്പൊ അത് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ കണ്ടന്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ നോക്കിയപ്പോ ഞാൻ ഒരു യൂട്യൂബർ, ഫേമസ് യൂട്യൂബർ ആ കണ്ടന്റ് ചെയ്ത് കണ്ടു, നമ്മളെ വിഷൻ ബോർഡ് കണ്ടന്റ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ അത് പ്ലാൻ ചെയ്ത് വെച്ചാണല്ലോ, ഇനിയിപ്പോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫൺ അങ്ങനെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഫണ്ട് മുടക്കി പ്രിന്റ് എടുത്തു 30 രൂപ. സോ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, കണ്ടന്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. സോ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഇതിന് എടുത്തിട്ടുണ്ട് വെച്ചാല് നമ്മൾ 12 ഫോട്ടോസ്, എന്റെ 12 ആഗ്രഹങ്ങൾ നമ്മളിവിടെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോട്ടെ. പിന്നെ കത്രിക, പിന്നെ പശ വെച്ച് ഒട്ടിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്കെച്ച് പെൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു വൈറ്റ്, ദിസ് ഇസ് ദ ലൈക്ക് ക്ലോസസ്റ്റ് വൈറ്റ് ഐ കുഡ് ഫൈൻഡ്. അപ്പൊ ഈ വൈറ്റ് ഒരു ബോർഡും ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കും വേണമെങ്കിൽ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനൊന്നുമില്ല, നിങ്ങൾ ഫോട്ടോസ് കുറച്ച് പിൻട്രസ്റ്റിൽ പോവുക, അതിനെപ്പറ്റി കുറച്ച് എസ്തെറ്റിക് ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് പ്രിന്റ് ഇടുക, എന്നിട്ട് അത് ഇതിൽ ഒട്ടിക്കുക. എന്നിട്ട് നമ്മളിത് എന്നും കാണും, നമ്മളിത് എന്നും നമ്മളെ റൂമിൽ വെച്ച് കാണുമ്പോൾ കണ്ട് 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 നമുക്ക് ആ വിഷൻ അച്ചീവ് ചെയ്യാൻ തോന്നണം. അതാണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം. ഇതിൽ ചില ആഗ്രഹങ്ങളൊന്നും ഒബ്വിയസ്ലി നടക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാൻ പൈസ കൊടുക്കണ്ടാത്തത് കൊണ്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യാം എന്നുള്ളൊരു വൈബ് ഇപ്പൊ ഉള്ളത് കൊണ്ടും ഞാൻ അതൊക്കെ എന്റെ ആഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്തി നടന്നാ മതിയായിരുന്നു. മെയിൻ സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പിക്ചർ ഇസ് ദിസ് പിക്ചർ. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൈകളാണ്, കൈകൾ വിത്ത് എന്താ പറയാ ബ്രഷസ്. സോ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞാൽ എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്താ, ഞാനിങ്ങനെ പല പല ജോലികൾ ഇങ്ങനെ ജഗ്ല് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ കുറെ കാലമായി ചിത്രമൊക്കെ വരച്ചിട്ട്. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ വരയ്ക്കില്ല അങ്ങനെ. പക്ഷെ എനിക്ക് അതൊന്നും ഒന്നും കൂടി നല്ല പോലെയൊക്കെ ചിത്രം വരയ്ക്കണം, ഇനി അതിൽ കുറച്ചും കൂടി ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഈ 2025 ഞാൻ എന്റെ ചിത്രം വരയ്ക്ക് വേണ്ടിയിട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം. സോ ദ ഫസ്റ്റ് പിക്ചർ ഇസ് ദിസ് പിക്ചർ. സോ അറ്റ്ലീസ്റ്റ് ഒരു 10 ക്യാൻവാസ് പിക്ചേഴ്സ് എങ്കിലും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. സോ നമുക്ക് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ 2025 ഫസ്റ്റ് ആഗ്രഹമാണ് ഇത്. ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ അകത്ത് ഒരു ടിക്ക് ഇടും. നമ്മളെ ഫസ്റ്റ് ആഗ്രഹം ഇവിടെ ഒട്ടിച്ചു. ഇനി നെക്സ്റ്റ് വൺ. സോ എന്റെ അടുത്ത ആഗ്രഹം എന്താന്ന് വെച്ചാൽ, സാധാരണ ആൾക്കാർ ആഗ്രഹം എന്താ ഉണ്ടാവുക, കാർ വാങ്ങണം, വീട് വാങ്ങണം, ബംഗ്ലാവ് വാങ്ങണം, ഇനി മുതൽ അത് ചെയ്യണം, ഇത് ചെയ്യണം. എനിക്കുള്ളൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഇനി മുതൽ നല്ലപോലെ വെള്ളം കുടിക്കണം. സോ ആ ആഗ്രഹം നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ മറന്നു പോകും ഗൈസ്. ഐ എം എ ഡീഹൈഡ്രേറ്റഡ് പേഴ്സൺ. ലൈക്ക് എപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആണ് ഞാൻ, കാരണം ഞാൻ വെള്ളേ കുടിക്കാറില്ല. സോ ഇനി എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ദിവസം 4 ലിറ്റർ ഇല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ കുടിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് സത്യം സത്യം സത്യം. സോ നമുക്ക് ഇത് ഒട്ടിക്കാം. ഇതൊക്കെ സാധാരണ മനുഷ്യന്മാര് പുല്ല് പോലെ ചെയ്യുന്ന സാധനമാണ്.
ഞാൻ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. സോ എന്റെ ആഗ്രഹങ്ങളുടെ മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, സാധാരണ മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എന്റെ ആഗ്രഹങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതെന്റെ ഒരു ആഗ്രഹമാണ് ഗൈസ്. കാരണം ഇതിലിപ്പോ നിങ്ങൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിനാണ് ബബിൾ കാൻഡിൽസ് എന്ന് പറയാ. എനിക്ക് ആക്ച്വലി ഒരു കാൻഡിൽ ബിസിനസ് ഉണ്ട്, ഒരു മെഴുകുതിരിന്റെ ബിസിനസ് ഉണ്ട്. സോ ഇതുപോലെ ബൾക്ക് ഓർഡർ കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. അറ്റ്ലീസ്റ്റ് ഒരു എത്ര ബൾക്ക് ഓർഡർ അറിയില്ല, കുറെ ബൾക്ക് ഓർഡർ, അതാണ് നമ്മളുടെ ലക്ഷ്യം. സോ അത് ഞാനിവിടെ ഇതൊക്കെ കൂടോത്രൊക്കെ ചെയ്യുന്നവര് തോന്നുന്നു. ബൾക്ക് ഓർഡർ ചെയ്യണം എന്നുള്ളത് എന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇവിടെ ഒട്ടിക്കുന്നു. ഓക്കെ, ഇതൊന്നും ഞാൻ വേറെ ആരോട് പറയുന്നില്ല, അതൊക്കെ എന്നോട് തന്നെ പറയുന്നത് കേട്ടോ. സ്വയം സ്വയം. സോ നമ്മളിത് ഒട്ടിച്ചു, ഇനി ബൾക്ക് ഓർഡർ വന്നാൽ മതി. സോ എന്റെ അടുത്ത ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്കൊരു കാൻഡിൽ ബിസിനസ് ഉണ്ടെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പേസ് റെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു സ്പേസ് റെന്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ എനിക്കൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഭാവിയിൽ 2025 നടക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും കമ്മിങ് ഫ്യൂച്ചറിൽ എനിക്ക് അവിടെ നല്ലൊരു എക്കോ സ്റ്റോർ ബിൽഡ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതെന്റെ ഭയങ്കര വലിയ ആഗ്രഹമാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ അടുത്തെടുത്തേക്കുന്ന ഫോട്ടോ ഒരു സ്റ്റോറിന്റെ ഫോട്ടോ ആണ്, ഒരു എക്കോ സ്റ്റോറിന്റെ ഫോട്ടോ ആണ്. കണ്ടോ, ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഉള്ള, കുറെ പ്രൊഡക്റ്റ് റേഞ്ച് ഒക്കെ ഉള്ള ഒരു ബിസിനസ് ആക്കിയിട്ട് എനിക്ക് എന്റേത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അടുത്തത് ഞാൻ ആഗ്രഹിക്കാൻ പോകുന്നത് ഈ സാധനമാണ്. ഇത് നടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. വർക്ക് ചെയ്യും, നടക്കും. ലെറ്റ് സി. എന്നാലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരു മൈക്കിന്റെ മുന്നിൽ വന്ന് നിന്ന് വിളിച്ചു പറയാൻ ഞാൻ കാണിക്കുന്ന ആ സാഹസം, അത് നിങ്ങൾ കണ്ടാ മതിയാവൂ. കാരണം ഞാൻ തന്നെ ആലോചിച്ചത് എടുക്കണം. കാരണം ഇൻ കേസിന് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ മേ ബി യുനോ ആൾക്കാർ വന്നിട്ട് ചോദിക്കും അന്ന് എന്തായിരുന്നു വലിയ സംഭവമാക്കിയിട്ട് ഒരു മൂഡ് ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അതൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, മൂഡ് ബോർഡ് അല്ല വിഷൻ ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് അതൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാലോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു, ലെറ്റ് സി. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് എനിക്കറിയാലോ എനിക്ക് എന്റെ വിഷനിൽ ഞാൻ എവിടെ എത്തിയെന്ന്. സോ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷൻ ബോർഡ് ചെയ്യുന്നത്. ഡിസ്ക്ലെയിമർ. ഓക്കെ, ഇനി എന്റെ ഒരു അടുത്തൊരു ആഗ്രഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇതാണ്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എനിക്കൊരു ടൂ വീലർ പഠിക്കാനാണ്. അല്ല, എനിക്കൊരു ടൂ വീലർ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ദിസ് ബ്ലൂ കളർ വെസ്പ. എനിക്ക് എന്താണെന്നറിയില്ല, ജനിച്ച കാലം തൊട്ടേ, ജനിച്ച കാലം തൊട്ടേ അല്ല, ഈ വണ്ടികളെ പറ്റിയൊക്കെ അറിഞ്ഞ കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ് ബ്ലൂ വെസ്പ വാങ്ങുകയാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാനത് ഇക്കൊല്ലം വാങ്ങും, അടുത്ത കൊല്ലം വാങ്ങും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. സോ ഞാൻ വിചാരിക്കുന്നു എനിക്ക് 2025 എന്റെ മൈൻഡിലുള്ള ബ്ലൂ വെസ്പ വാങ്ങാൻ പറ്റാട്ടെ എന്ന്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഈ വെസ്പാന്റെ ഷോറൂമിന്റെ ഒക്കെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ പറയും എന്റെ വണ്ടി ഇതാ പുറത്തിട്ടേക്കണേ, എന്റെ വണ്ടി എന്താ ഇവര് പുറത്തേക്ക് ഇട്ടേക്കണേ, അങ്ങനെ വർത്താനം പറയാം. കാരണം എനിക്കത് എന്റെ വണ്ടിയാ, സംഭവം അവരുടെ അടുത്താണെന്നുണ്ടെങ്കിലും. സോ എനിക്കൊരു ബ്ലൂ വെസ്പ വാങ്ങാൻ പറ്റണം എന്ന് ഞാൻ ഈ കൊല്ലം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യും. പിന്നെ ഈ ഫോട്ടോ കണ്ടാൽ വിചാരിക്കും ഇതും എനിക്ക് കാറ് വാങ്ങിക്കാനാണ്. പക്ഷെ അല്ല, എനിക്ക് കാർ ഓടിക്കാൻ പഠിക്കാനാണ്. കാരണം എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല ഗൈസ്. കാരണം എനിക്ക് എന്താ അറിയില്ല, ഞാൻ ഒട്ടും അറ്റൻഷൻ സ്പാൻ ഇല്ലാത്ത ഒരാളാണ്. ഒട്ടും അറ്റൻഷൻ സ്പാൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്റെ മൈൻഡിൽ ഇങ്ങനെ കുറെ തോട്ട്സ് ആയതുകൊണ്ടേ ഞാനിങ്ങനെ ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വേറെ ഏതെങ്കിലും ലോകത്തേക്കൊക്കെ പോകും. സോ എന്റെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊന്നും എന്നെ ഇതിന് പ്രോത്സാഹിപ്പിക്കാറില്ല. സോ അതുകൊണ്ട് ഇക്കൊല്ലം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഫോർ വീലർ കുറച്ചും കൂടി നന്നായി പഠിച്ച് ലൈസൻസ് എടുക്കണം എന്നുണ്ട് എന്റെ മൈൻഡിൽ. എടുക്കണം, കാരണം ഇറ്റ്സ് ഹൈ ടൈം. അപ്പൊ എന്തായാലും അത് ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ഞാൻ അതിലേക്ക് ഒട്ടിക്കട്ടെ. ഇത് എഴുതുന്നതിലൂടെ തന്നെ ഞാൻ എന്റെ മൈൻഡിലും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അടുത്ത ഒരു ആഗ്രഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇതാണ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുക്സ് ആണ്. ഈ ബുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ബുക്കാന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ബുക്കിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഈ 2025 എനിക്ക് 25 ബുക്സ് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചില റീഡേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അതൊരു ജുജുബി സീനാണ്. കാരണം 2025 25 ബുക്സ്, കാരണം 10, 30, 40 ബുക്കൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് 25 ബുക്കെങ്കിലും നല്ല ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആക്ച്വലി 2024 ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് 2024 24 ബുക്സ് വായിക്കണം എന്ന്. ഞാൻ എന്നിട്ട് അബൌട്ട് 14 ബുക്സ് വായിച്ചുള്ളൂ. ഇത് എന്നിട്ട് പക്ഷെ എന്നാലേ എനിക്കതൊരു എന്താ പറയാ ഫെയിൽ ആയിട്ടൊന്നും തോന്നില്ല. കാരണം ഞാൻ 14 ബുക്സ് വായിച്ചല്ലോ. അപ്പം ഇപ്രാവശ്യം ഞാൻ എന്തായാലും എനിക്ക് 25 ബുക്സ് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഞാൻ അത് ലൈക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അത് 2025 25 ബുക്സ് വായിക്കും. ഞാനത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ആർക്കെങ്കിലും എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. കമോൺ.
ഇത് നമ്മളെ ടാസ്ക് ആണ്. 2025 ബുക്സ്. ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഈ മൈക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയൂല. പിന്നെ നമ്മളെല്ലാം ഒരു എന്താ പറയാ മൈക്കിൽ വിശ്വസിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. സോ അറ്റ്ലീസ്റ്റ് ഈ ആഗ്രഹം എനിക്ക് എന്തായാലും സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ബൈ ദ എൻഡ് ഓഫ് 2025 എനിക്ക് 25 ബുക്സ് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ നമ്മളിത് ഈ നമ്മളെ വിഷൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ആക്ച്വലി എനിക്ക് നിങ്ങൾക്ക് ഇതിന്റെ പല ആംഗിളിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളതിൽ എന്തില്ല, ക്യാമറ പിടിക്കാൻ പോലും വേറൊരാളില്ല. ഞാൻ അവിടെ വെച്ചിട്ട് എന്റെ ആംഗിൾ എടുത്ത് പിന്നെ ഇത് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നടക്കട്ടെ എന്ന് ഞാൻ നല്ല ആഗ്രഹിക്കുന്നു. ഓക്കെ, നടക്കും, ഞാൻ നടത്തും. ഇനി എന്റെ അടുത്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വാവ് ഫുഡ് കഴിക്കാനാണോ ആഗ്രഹം എന്ന്. പക്ഷെ ഇതിൽ കണ്ടോ, എസ്പെഷ്യലി ഇറ്റ്സ് ലൈക്ക് ഹെൽത്തി ഫുഡ്സ്. സോ ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ലേറ്റ്ലി ഭയങ്കര പച്ചക്കൂറ ഫുഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വേഴ്സ്റ്റ് ഫുഡ് ഹാബിറ്റ്സ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ലിറ്ററലി എനിക്ക് ചേഞ്ച് ആവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ 2025 കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്ന്. കാരണം ഇത്ര ഇങ്ങനെ ഭയങ്കര ഹെൽത്തി ബൗൾ എന്നല്ല, പക്ഷെ എന്നാലും കുറച്ച് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും എടുക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരിക്കും അത്. ലൈക്ക് ബെറ്റർ ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഞാനും അത് ആഗ്രഹിക്കുന്നു. എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ വലിയ സ്റ്റെപ്സുകൾ എടുക്കുന്നതായിരിക്കും ഭാവിയിൽ. സോ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് കി ജയ്. സോ ഇത് നമ്മളോട് ഒട്ടിക്കാൻ പോവാണ്. എനിക്ക് ആക്ച്വലി PCOD ഉണ്ട് കേട്ടോ. സോ ഈ PCOD ഉള്ളത് കൊണ്ട് കാരണം തന്നെ എനിക്ക് ഈ ഒരു ഏതാണ്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 8-10 മാസത്തിന്റെ ഉള്ളിൽ ഞാന് 10 കിലോ കൂടി. സോ എനിക്കതൊട്ടും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ അല്ല എനിക്ക് നടന്നത്. അല്ലാണ്ട് ഞാൻ ബേസിക്കലി തടിച്ച ശരീരപ്രകൃതിയുള്ള ആളാണ്. സോ അതുകൊണ്ട് എനിക്ക് മെലിയണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ആ ഒരു 10 കിലോ കൂടിയത് കാരണം കുറെ കാലമായിട്ടുള്ള ഒരു വെയിറ്റ് നിന്ന് പെട്ടെന്നൊരു 10 കിലോ കൂടുക പറഞ്ഞാൽ ഭയങ്കര അൺഹെൽത്തി ആണല്ലോ. സോ അതൊന്ന് ആ PCOD ഒന്ന് കുറച്ചിട്ട് എനിക്കൊന്ന് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ ഹെൽത്തി ബോൾ എൻ്റെ വിഷൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സി, നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നടന്നാൽ ആർക്ക് കൊള്ളാം? എനിക്ക് തന്നെ കൊള്ളാം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അത് ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ആക്ച്വലി 2023 കമ്പയർ ചെയ്ത് ഞാൻ 2024 അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രിപ്സ് ഒന്നല്ല വരുന്നത് ചെയ്തത്. പക്ഷെ എന്നാലും ഞാൻ ഫാമിലീൻ്റെ ഒപ്പാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഒപ്പാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ എനിക്ക് പറ്റി. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ 2025 കുറച്ചും കൂടി നന്നായിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് തള്ളി മറിക്കുകയാണ് പോഡ്കാസ്റ്റിൽ. ഇതൊക്കെ നടക്കുമെന്ന് പോലും അറിയില്ല. പക്ഷെ എന്നാലും തള്ളൽ അതാണ് നമ്മളെ മെയിൻ. സോ അത്രയും ലൈക്ക് മാനിഫെസ്റ്റ് ചെയ്തങ്ങ് വീഴ്ത്താണ്. സോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ് 2025 ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എങ്കിലും. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള വെക്കേഷൻസ് ആൻഡ് ട്രിപ്സ് നടക്കട്ടെ എന്ന് ഞാനിതാ മാനിഫെസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതോടെ ഒട്ടിക്കുകയാണ്. ഓക്കെ, നടക്കട്ടെ. ബിക്കോസ് ഈ ഫാമിലിന്റെ ഒപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ ട്രിപ്പ് പോവാന്ന് പറയുന്നതിന്റെ ഒരു ഫൺ ഉണ്ടല്ലോ ഗൈസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ ട്രിപ്പ്. ആ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പോകുന്നത്, ലൈക്ക് പോയി എത്ര കാലം കഴിഞ്ഞാലും ആ മെമ്മറീസ് നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടാവില്ലേ. സോ എനിക്ക് ഇഷ്ടമാണ് ട്രാവൽ ചെയ്യണമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊപ്പം. എനിക്ക് സോളോ ട്രാവൽ നടക്കുകയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊപ്പം ട്രാവൽ ചെയ്യുക, എനിക്ക് ഇഷ്ടപ്പെട്ട മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമുള്ള സംഭവം. സോ അതുകൊണ്ട് ഞാനിതാ എൻ്റെ ഈ ട്രാവൽ മാനിഫെസ്റ്റേഷൻ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. സോ ട്രാവൽ മോർ എന്നാട്ടോ ഞാൻ അതിൽ കൊടുക്കാൻ പോകുന്നത്. അല്ലാണ്ട് എൻ്റെ കയ്യിൽ കൗണ്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് കൊടുക്കണോ? നിങ്ങൾ പറ, നോക്കാം. ഹിങ്കി പിങ്കി പോങ്കി ഫാദർ ഡോങ്കി ഡോങ്കിയുടെ അല്ല, ഞാൻ വിചാരിക്കാൻ മറന്നുപോയി. ഇത് ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് കൊടുക്കണോ അല്ലെങ്കിൽ ഇത് മോർ ട്രിപ്സ്, ഇതിൽ ഏത് കൊടുക്കണം എന്നാണ്. ഹിങ്കി പിങ്കി പോങ്കി ഫാദർ ഹാസ് എ ഡോങ്കി ഡോങ്കിയുടെ ഫാദർ ക്രൈ ഹിങ്കി പിങ്കി പോങ്കി. സോ ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നടക്കോ നോക്കാം. ലെറ്റ്സ് സീ. ഹിങ്കി പിങ്കി പോങ്കിയിലൊക്കെ സത്യം ഉണ്ടോ നമ്മൾ അറിയണല്ലോ. ഇത്രയും നമ്മൾ ഒട്ടിച്ചു കേട്ടോ നമ്മളുടെ വിഷൻ ബോർഡ്. സോ ഇനി നമ്മൾ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തത് വന്ന് ഇതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു
ചെടികളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. എനിക്ക് ഈ വരുന്ന 2025 എനിക്ക് കുറച്ചും കൂടി ഗാർഡനിങ് ആണെങ്കിലും കുറച്ചുകൂടി അഗ്രികൾച്ചർ ആണെങ്കിലും ഒക്കെ അതിലേക്ക് കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ബേസിക്കലി എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളിവിടെ കുറച്ച് വെജിറ്റബിൾ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ പുതിയ വെജിറ്റബിൾസ് ഉണ്ടാവുക, പുതിയ കായകൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ള സാധനം. ഞാൻ നട്ട തന്നെയാണ് അതിൽ കുറെ എണ്ണൊക്കെ. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ തന്നെ എടുത്തെടുത്താണ് വീടൊക്കെ. നമുക്കങ്ങനെ കുറെ പറമ്പൊന്നുമില്ല. സോ അതുകൊണ്ട് അതാണ് നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടർ, കുറച്ചും കൂടി ചെടികളൊക്കെ നടാൻ വേണ്ടി. പക്ഷെ നമ്മൾ കുറച്ചും കൂടി അതിനെന്തെങ്കിലും ഒരു പോം വഴി കണ്ടിട്ട് കുറച്ചും കൂടി ചെടികളൊക്കെ നട്ട് കുറച്ചും കൂടി എസ്പെഷ്യലി വെജിറ്റബിൾസ് നടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനിയും കുറെ കൂടി. സോ അതാണ് ഞാൻ ഇതോടുകൂടി ഉദ്ദേശിക്കുന്നത്. സോ മോർ അഗ്രികൾച്ചറൽ, ലൈക്ക് മോർ വെജിറ്റബിൾ ഗാർഡൻ, അതാണ് ഇതിന്റെ ഒരു മൈൻഡ്. നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ബൈ ദ എൻഡ് ഓഫ് 2025 ഒരു ബ്യൂട്ടിഫുൾ വെജിറ്റബിൾ ഗാർഡൻ എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെയുള്ള വേറൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെജിറ്റബിൾ ഗാർഡൻ മാത്രമല്ല, എനിക്ക് കുറച്ചും കൂടി അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഫീൽഡിൽ എനിക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതും ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നു. പക്ഷെ നമ്മൾ വെജിറ്റബിൾ ഗാർഡൻ എന്നാണ് എഴുതാൻ പോകുന്നത്. സോ ബൈ ദ എൻഡ് ഓഫ് 2025 ഐ വിൽ അപ്ഡേറ്റ് യു വിത്ത് ദ വെജിറ്റബിൾ ഗാർഡൻ ഐ മെയ്ഡ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇനി നമ്മളുടെ കയ്യിൽ 2 ആഗ്രഹങ്ങളും കൂടിയുണ്ട്. അതിൽ അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ പറഞ്ഞു എനിക്ക് ഫുഡിന്റെ കാര്യം കുറച്ചും കൂടി ശരിയാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ കാര്യം കുറച്ചും കൂടി, ലൈക്ക് വെള്ളം കുറച്ചും കൂടി കുടിച്ച് കുറച്ചും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതേപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളിലുള്ള ഒരു ബേസിക് ആഗ്രഹമായിരിക്കും ഇത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ മാറ്റ് നമുക്ക് കാണാം. അവിടെ ഒരാൾ ബാക്കിൽ സ്ട്രെച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. സൂക്ഷിച്ച് നോക്കണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടേ ഇല്ല. ഞാൻ 2023 ഞാൻ കുറച്ചെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ 2024 ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് 2025 കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് ഇങ്ങനെ മസിൽ അങ്ങനെ നല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി സ്ട്രെങ്ത് ഒക്കെ കുറച്ചും കൂടി ബിൽഡ് ചെയ്യണം. കുറച്ചും കൂടി നല്ല രീതിയിൽ ബോഡി എക്സസൈസസ് ഒക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി എനിക്ക് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആയിരുന്നു. അപ്പൊ എനിക്ക് അത് കുറച്ചും കൂടി സ്ട്രെച്ചസ്, കുറച്ചും കൂടി ചെറിയ ചെറിയ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ ഇത് അതിനു വേണ്ടി ഞാൻ ഒട്ടിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇനി അങ്ങനെ ചെയ്യാതെ ലേസി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ വിഷൻ ബോർഡ് കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഓർമ്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നണം, ഞാൻ എന്തെങ്കിലും ഇരിക്കുന്നത്, ഞാൻ എന്റെ വിഷൻ ബോർഡിൽ ഒട്ടിച്ചാണല്ലോ മാരക എക്സസൈസ് ചെയ്തെന്നൊക്കെ. അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി എക്സസൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതോടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഞാൻ എവിടെ ഒട്ടിക്കുന്ന അറിയോ? എന്റെ കൺമുന്നിൽ, എന്റെ എന്തായിരുന്നു റൂമിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും ഈ വിഷൻ ബോർഡ്. സോ നമ്മളുടെ ഈ എക്സസൈസ് വിഷൻ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ താഴെ വർക്ക്ഔട്ട് മോർ എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, ഓരോന്ന് എഴുതിയതിന് ശേഷം ഞാനൊരു കോളം വരയ്ക്കുന്നുണ്ട്. ഈ കോളത്തിൽ ഞാൻ ഇതിന്റെയൊക്കെ മിഷൻ സക്സസ്ഫുൾ ആയാൽ മാത്രം ടിക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ 2025 ആണ് ഞാൻ അതിൽ മോസ്റ്റ് സാധനങ്ങളും ടിക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം അപ്പോഴേ നമുക്ക് അറിയുള്ളൂ നമ്മൾ എവിടെ എത്തിയെന്ന്. അടുത്ത കൊല്ലം നമ്മളുടെ വിഷൻ ബോർഡ് ഏതാണ്ട് ഇതാ ഇങ്ങനെയായി, കണ്ടോ? ലൈക്ക് ഒരു കുഞ്ഞി സിമ്പിൾ വിഷൻ ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അവസാനം നമ്മളുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ആം ക്രിയേറ്റിംഗ് ദ ലൈഫ് ഓഫ് മൈ ഡ്രീംസ്. ലൈക്ക് എന്റെ ആഗ്രഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാതിരത്തെ ഒരു ലൈഫ് എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതാണ് എന്റെ ലാസ്റ്റ് വിഷൻ. ഇതായിരിക്കും നമ്മൾ 2025 ലാസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്യാൻ പോകുന്ന ആ കോളം. ഓക്കെ, സോ ഇത് ടിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ് സി. സോ നമ്മൾ ഇത് ഒട്ടിക്കാൻ പോവാണ്. ഈ കോളം ടിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു, ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ നമ്മളുടെ ലാസ്റ്റ് കോളം ആയിട്ടുള്ള, ലാസ്റ്റ് വിഷൻ ആയിട്ടുള്ള എന്റെ ഐ ആം ക്രിയേറ്റിംഗ് ദ ലൈഫ് ഓഫ് മൈ ഡ്രീംസ് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. എന്റെ ആഗ്രഹത്തിലെ ഒരു ലൈഫ് തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തെ 2025 എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ അതിന്റെ അടിയിൽ ഞാൻ 2025 എന്ന് എഴുതിയിട്ട് ഒരു കോൾ എഴുതാൻ പോവാണ്. 2025 എന്റേത് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ഞാൻ അതിന്റെ അടിയിൽ ടിക്ക് ഇടുന്നതായിരിക്കും ബൈ ദ എൻഡ് ഓഫ് 2025. ഞാൻ ഇവിടെ 2025 എന്ന് എഴുതാൻ പോവാ കേട്ടോ. ഇതാണ് എന്റെ 2025 വിഷൻ ബോർഡ്.
ഓക്കെ, കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് എന്റെ 2025 വിഷൻ ബോർഡ്. അപ്പൊ നിങ്ങൾ എന്നോട് ഇതിലൊക്കെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല. കാരണം ഇങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? റെസൊല്യൂഷൻ എടുക്കാൻ അങ്ങനെ ഒരു ഇയർ വേണോ? ഒരു ന്യൂ ഇയറിനാണോ റെസൊല്യൂഷൻ എടുക്കേണ്ടത്? അങ്ങനെയൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷെ ന്യൂ ഇയറിനാണെങ്കിലോ അല്ലെങ്കിലോ നമ്മൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു അടിപൊളി കാര്യമല്ലേ? സോ ഞാൻ അത്രേ ആലോചിക്കുന്നുള്ളൂ. സോ ഇത് നടക്കുകയാണെങ്കിൽ സന്തോഷം, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2026 ഇതിനു വേണ്ടി പരിശ്രമിച്ചോളാം. സോ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് 2025 ലാസ്റ്റ് ഇതിന്റെ അപ്ഡേഷൻ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ഇതേപോലെ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും റെസൊല്യൂഷൻ നിങ്ങളുടെ ലിസ്റ്റിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് 2025 കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ആവട്ടെ. നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. നിങ്ങൾ ഇനി ബാക്കിയുള്ളവരാരെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല, അതൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ് ചടപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ 2025 ബ്യൂട്ടിഫുൾ റെസൊല്യൂഷൻ, നിങ്ങളുടെ ആഗ്രഹമുള്ള നിങ്ങളുടെ ഡ്രീംസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക, പുതിയ റെസൊല്യൂഷൻസ് എടുക്കുക. അതിന്റെ പകുതി ഭാഗമെങ്കിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. സോ ഞാനിത് അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് കാണുന്നത്. ഇത് ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ റൂമിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട്, മറുപടി സന്ധിക്കും വരേക്കും വണക്കം.